അത്യാവശ്യം മധുരം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മുറിച്ച് വെച്ചിരുന്ന ചക്ക ആയിരുന്നതുകൊണ്ടായിരിക്കാം, വിളഞ്ഞതും കൂടെ ആയതുകൊണ്ടേ. പക്ഷേ എന്ത് തന്നെ ആയാലും ചെറിയ മധുരം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ശർക്കര ഇടുക ഒക്കെ ചെയ്തിരും. അപ്പോൾ എനിക്കിഷ്ടമാണ്. ഒരു ചെറിയൊരു മധുരമൊക്കെ ആണെങ്കിൽ ഞാൻ കഴിച്ചോളൂ. മഴ വരുന്നു. അപ്പോൾ എന്താ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചക്കയും പിന്നെ കുറച്ച് ചക്കക്കുരുവും കൂടെ. മധുരമുണ്ട് എങ്കിലും നമ്മൾ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരപ്പരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് വെൽഡിങ് ചെയ്യുന്നതിൻ്റെ നല്ല സൗണ്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കാന്താരി മുളക്, ഒരു പച്ചമുളക്, ഒരു 3-4 കാന്താരി മുളക്, നമ്മുടെ എന്താണ് കറിവേപ്പില, പിന്നെ ഒരു കൊച്ചുള്ളി, ഉപ്പ്, ജീരകം, ചെറിയ ജീരകം, പിന്നെ ഇത്രയും കൂടി മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടിയിട്ട് അരച്ചരപ്പാണ് കേട്ടോ. ഒന്ന് ഒതുക്കിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് വെക്കാമേ. ലേശം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. നമ്മൾ അരപ്പിട്ട് കൊടുക്കണം. അരപ്പിട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ടില്ല കേട്ടോ. കുരുമുളക് അത്യാവശ്യം ഇടേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലേവറിന് ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെ നമുക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ വെച്ച് വേവിക്കാൻ വെക്കാമേ. നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാം. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ. ഒരു ലേശം വെള്ളം കൂടെ ഇത്രേ ആയിട്ടുള്ളൂ. കുറച്ച് വെള്ളം കൂടെ വെക്കണം. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. ഇത്ര വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലത് വെന്തോളും. ഇപ്പം ഇച്ചിരി കുറവുണ്ട്. നമുക്കൊരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ്ട് കറിവേപ്പില ഇതിനകത്ത് ചേർത്ത് അരച്ചത് കൊണ്ട് നമുക്ക് വേറെ കറിവേപ്പില തോന്നുന്നില്ല. ഇനി നമുക്കിത് വേവിക്കാം. ഇതിനകത്ത് ഇച്ചിരി അരപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ടേ പുറത്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചക്ക എടുത്ത് നോക്കാമെന്ന് വെച്ചു. എന്തോന്നറിയണ്ടേ, ഇച്ചിരി വെള്ളം കറണ്ട് അങ്ങ് പോയി കേട്ടോ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി കേട്ടോ.
വെളിയിൽ നല്ല മഴ പെയ്യാണ്, നല്ല മൂടി കെട്ടി. കറക്റ്റ് സമയം ഇപ്പോൾ 1 മണിയാണ് കേട്ടോ. 1:10 1:10 ഉള്ള അന്തരീക്ഷം നോക്കി. നമ്മുടെ അതാ നമ്മൾ ചക്ക വേവിച്ചത് ഇനി ഒന്നും ചെയ്യുന്നില്ല. ഫൈനലി ഇത് ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കുകയാണ് കേട്ടോ. കാരണം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചത് കൊണ്ടേ 2 പേര് ഇങ്ങോട്ട് പോകണേ. പിടിയൊക്കെ വെട്ടുന്ന സമയമായതുകൊണ്ട് മാക്സിമം ശ്രദ്ധ വേണം കേട്ടോ എല്ലാവരും.